നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. നിയമവിരുദ്ധമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒമാൻ കോസ്റ്റ് ഗാർഡാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് നോർത്ത് ബാത്തിന ഗവർണറേറ്റിൽ വെച്ചാണ് അധികൃതർ പിടികൂടിയത്. ഒമാനിലെ ഷിനാസ് വിലാത്തയിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പിടിയിലായവരെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന വിവരം മാത്രമേ അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളൂ. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ഈ സംശയം നൽകുന്ന ആശങ്കയും ചെറുതൊന്നുമല്ല. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ 10 പേരിൽ ഇന്ത്യൻ വംശജനും ഉൾപ്പെട്ടിരിക്കുകയാണ്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിലും ഇന്ത്യയിലുമായി 4 വർഷത്തോളമായി തെരഞ്ഞു വന്നിരുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജനായ അഹമ്മദാബാദിൽ നിന്നുള്ള ബദ്രീഷ് കുമാർ പട്ടേലിനെ കണ്ടെത്തുന്നവർക്കോ വിവരം നൽകുന്നവർക്കോ നൽകുന്ന പ്രതിഫലം $1 ലക്ഷം ഉയർത്തിയതായി FBI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയിലെ കൊടുംകുറ്റവാളികളായ 10 പേരുടെ പട്ടികയിലാണ് പട്ടേലിന്റെ സ്ഥാനം ഉൾപ്പെട്ടിരിക്കുന്നത്. മേരിലാൻഡ് ഹാനോവർ ഡെക്കിൽ ഡോണറ്റ് സ്റ്റോറിന്റെ ജീവനക്കാരനായിരുന്ന പട്ടേലും ഭാര്യ പലേക്കും 2015 ഏപ്രിൽ 12-നായിരുന്നു പലേക്കിനെ കൊല്ലപ്പെട്ട നിലയിൽ ഡോണറ്റ് സ്റ്റോറിന് പുറകിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ നിരവധി കുത്തുകൾ ഏറ്റിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത്. ഇവർ ഡോണറ്റ് സ്റ്റോറിന്റെ അടുക്കളയിലേക്ക് ഒരുമിച്ച് പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. യാതൊരു ഭാവഭേദവുമില്ലാതെ പട്ടേൽ തിരിച്ചെത്തി സമീപത്തുള്ള അപ്പാർട്ട്മെന്റിലെത്തി അവിടെ നിന്നും ഒരു ടാക്സിയിൽ ന്യൂവാർക്ക് വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലെത്തിയതായും ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിനുശേഷം പട്ടേലിനെ കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ വംശജനായ പട്ടേലിനെ കണ്ടെത്തുന്നവർക്ക് $1 ലക്ഷം സമ്മാനമായി നൽകുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.